സാമൂഹ്യ സുരക്ഷാ മിഷന്റെ മുൻ ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. കോവിഡ് കാലത്തെ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലാണ് നടപടിക്ക് ശുപാർശ. ബ്രേക്ക് ദ ചെയിൻ പദ്ധതി നടത്തിപ്പിന് KSSMനെ ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്നും പർച്ചേസ് നടത്തിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയെന്നുമാണ് റിപ്പോർട്ട്. സാനിറ്റൈസർ നിർമ്മാണത്തിലും വിതരണത്തിലും ചട്ടലംഘനം നടന്നുവെന്നും കണ്ടെത്തലുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, ഈ കോവിഡ് കാലത്ത് ചെയ്ത പല കാര്യങ്ങളെ സംബന്ധിച്ചും ഉള്ള വിശദീകരണം, അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ചില നടപടികൾ വേണ്ടിവരും എന്നതായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ PPE കിറ്റ് വാങ്ങുന്നതിലടക്കം. അന്ന് സർക്കാരിനോട്, ആരോഗ്യമന്ത്രിയോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ. അഷീലിനെതിരെയാണ് ഇപ്പോൾ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നടപടി വരുന്നത്. ഇതിൽ അഷീലിന്റെ വിശദീകരണം തൃപ്തികരമല്ലേ? എന്തൊക്കെയാണ് വിശദീകരണം? കോവിഡ് കാലത്ത് നടന്ന പർച്ചേസുകളിലും മറ്റുമൊക്കെ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി ആ കാലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത്. മുഹമ്മദ് അഷീൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള ഇടപാടുകളിൽ ചില ക്രമക്കേടുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ CNDG ഒരു പരിശോധന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ആ പരിശോധനയിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ അഷീലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിനാലാണ് വീണ്ടും ഒരു പരിശോധനയ്ക്കുള്ള നിർദ്ദേശമുണ്ടായത്. അങ്ങനെയാണ് ധനകാര്യ വിഭാഗം ഇപ്പോൾ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ കോവിഡ് കാലത്ത് സാനിറ്റൈസർ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ ചുമതല ജയിൽ വകുപ്പിനായിരുന്നു നൽകിയിരുന്നത്. അതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യവും കൃത്യമായി പറയുന്നു. അതിൽ കണക്കുകളുടെ കാര്യത്തിൽ സാനിറ്റൈസർ നിർമ്മാണത്തിനായി 33 ലക്ഷം സർക്കാർ അനുമതി ഇല്ലാതെ വകുപ്പുകൾക്ക് കൈമാറി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കോർഡിനേറ്റർമാർക്ക് 44.63 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. 19.64 ലക്ഷം ചെലവിട്ട് KSMന്റെ കോൺഫറൻസ് ഹാൾ നവീകരിച്ചതിൽ അതൊരു മീഡിയ ഈ പറയുന്ന വീഡിയോ കോൺഫറൻസ് നടത്താനുള്ള ഒരു മുറിയായിരുന്നു. ആ മുറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഈ ക്രമവിരുദ്ധമായി ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ചട്ടവിരുദ്ധമായി ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ അഷീലിനെതിരെ നടപടിക്കൊരു ശുപാർശ കൂടി ഇപ്പോൾ ഈ കാര്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നു. അഷീലിൻ്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. അതിനാൽ അഷീലിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ആദ്യ സർക്കാരിൽ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ KK ശൈലജയുമായി കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു അഷീൽ. പക്ഷേ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ സമയങ്ങളിൽ, ആ സർക്കാരിൻ്റെ ആദ്യ സമയങ്ങളിൽ വന്ന തീരുമാനങ്ങളിലൊന്ന് പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് അഷീലിനെ മാറ്റിക്കൊണ്ട് സംസ്ഥാനത്തെ തന്നെ ആരോഗ്യവകുപ്പിലെ ഏറ്റവും അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്നും നേരെ എടുത്ത് മാറ്റുന്നത്, സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും എടുത്ത് മാറ്റി പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് നിയമിച്ചത്. അതിനുശേഷം പിന്നീട് അഷീൽ അതിൽ തൃപ്തനല്ലാതെ പിന്നീട് WHO ഭാഗമായി മാറുന്നത് കണ്ടതാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായി ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി, കഴിഞ്ഞ സർക്കാർ, ആദ്യ ഇടതുപക്ഷ സർക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് രണ്ടാം സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അതില്ലാതാകുന്നു. അതിനുശേഷം ഈ കോവിഡിൻ്റെ PPE കിറ്റിൻ്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വിഷയങ്ങളിൽ അന്ന് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നതാണ്. മാത്രമല്ല ആരോഗ്യമന്ത്രിക്കെതിരെ പോലും, അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ പോലും ചില കണ്ടെത്തലുകളും മറ്റും അല്ലെങ്കിൽ വിമർശനങ്ങളും മറ്റുമൊക്കെ അഴിമതി ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നതാണ്. ആ ഘട്ടത്തിലൊന്നും അഷീലിൻ്റെ പേര് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഈ കോവിഡിൻ്റെ ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീജ. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.